I want it all before I'm gone. Guys, ഒരു മിനിറ്റ്. ഇപ്പോഴാണ് എണീറ്റ്. അപ്പോൾ ഹലോ ഗായ്സ്, കളിക്കാനും കളിപ്പിക്കാനുമായി ഈ ഫാൻസിന്റെ വീഡിയോ ഇട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ സക്കൂറ സ്കൂൾ സിമുലേറ്റർ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് രാവിലെ ഗൈസ് നമുക്കൊന്ന് കുളിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ ആൻഡ് ബാത്ത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം, തോർത്തെടുത്തിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ നമുക്ക് കുളിക്കാം ഗൈസ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂട്ടറാണെങ്കിൽ സാഡ് ഓഫ് ആണ്. ഇവിടെ എന്തൊരു പോനെ നമ്മുടെ ഹസ്കി കൂട്ടറാണെങ്കിൽ ഇന്നലെ ചോക്ലേറ്റ് മാറിപ്പോയി, അതാണ് പുള്ളി സാഡാ. അപ്പൊ നമുക്ക് നല്ല പാല് തിളപ്പിച്ചിട്ടുണ്ട്, നല്ല ഹോർലിക്സ് ഒക്കെ ഇട്ടാ. അപ്പൊ നമുക്കത് കുടിക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സക്കൂറ സിറ്റിയിലെ ഏറ്റവും വലിയ കുതിരേനെ നമ്മൾ അടിച്ചു മാറ്റുകയാണ് ഗൈസ്. അപ്പൊ അതിനെ തട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഈ സക്കൂറ സ്കൂളിലെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള കുതിരയാണ് ഗൈസ്. ഭയങ്കര സ്പീഡാണ് ആ കുതിരക്ക്, വൈറ്റ് കുതിരയാണ് ഗൈസ്. അപ്പൊ അതിന് പിടിക്കുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇത് പക്ഷെ നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഇത് സിമ്പിളാണ് ഗൈസ്. വേറെ കുറെ മറ്റേ നമ്മുടെ കുതിരകളുണ്ട്, ഭയങ്കര സിൽവർ കുതിരയും ഗോൾഡ് കളർ കുതിരയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഡയമണ്ട് കളർ, അതിനൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അതൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന് നമ്മുടെ പൂച്ച റോബോട്ട് എണ്ണം വേണം. അപ്പൊ പൂച്ച റോബോട്ടിനെ നമുക്ക് വിളിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അടുത്താണ് വീട് ഗൈസ് പുള്ളിയുടെ. ഇതോടെ മിനി കോബ്ര അടുത്താണ് നമ്മൾ പോണേ. അപ്പൊ അത് ആ കുതിര ഉള്ളത് ഏതോ കാട്ടിലാണ് ഗൈസ്. അപ്പൊ ഇതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കാറ്റായിട്ടും മഴയായിട്ടും വരും. അപ്പൊ ഇവിടെയാണ് ചെക്കൻ്റെ വീട്, നമ്മുടെ പൂച്ച റോബോട്ടാണ് എൻ്റെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം, നമുക്കൊന്ന് കോളിംഗ് ബെൽ അടിക്കാം. അപ്പൊ നമ്മുടെ കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ട്, കാണാനില്ലല്ലോ. നമുക്ക് ഇപ്പുറത്തെ ചെക്കനോട് ചോദിക്കാം. ഇവിടെ ഒരു ഗെയിമിംഗ് പുള്ളി ഉണ്ട്. പുള്ളി നമ്മുടെ പൂച്ച റോബോട്ട് എൻ്റെ വീട്ടിൽ റെന്റിന് വാടക എടുത്ത് താമസിക്കാണ്. പുള്ളി ഭയങ്കര ഗെയിമറാണ്. എടാ ചെക്കൻ എന്ത് അത് ശരി, പുള്ളി ഫ്രണ്ട് ചെയ്തിട്ട് വാതിൽ ഉറക്കണല്ലോ. പോണ്ടേ ബർഗറിനാനല്ലേ വാ. എടോ പൊട്ട ബർഗറിനല്ല, മറന്ന ഏറ്റവും വലിയ കുതിരേനെ പിടിക്കാൻ. അതങ്ങോട്ട് പറയണ്ടേ. തന്നോട് ഇന്നലെ 1000 വട്ടനോട് ഞാൻ പറഞ്ഞത് കുതിരയെ പിടിക്കാന്ന്. മണ്ടത്തരം, തീറ്റ തനൊന്നും മനുഷ്യനല്ലേ. ഞങ്ങള് മനുഷ്യനായിട്ട് ഞാൻ ഇന്ന് ഒരു ഗ്ലാസ് പാലേ കുടിച്ചുള്ളൂ. എടാ ഞാനും കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ എന്തുട്ടാ കഴിച്ചത് ഞാൻ ഇന്ന് പറയാം. 5 ഷവർമ, 30 നെയ് റോസ്റ്റ്, പിന്നെ 2 ഗ്ലാസ് പാല്. അത് നമ്മുടെ ചെറിയ കാറ്റ് കഫേന്ന്. ഭാഗ്യം, ആ കട പൊളിച്ചെടുക്കാത്ത ഭാഗ്യം. ഈ റൂട്ടൊക്കെ കറക്റ്റ് അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? ആടാ കറക്റ്റാ. എടാ ഈ മിനി കൂപ്പർ നീ മേടിച്ചെന്നതില്ല ഞാൻ ചിന്തിക്കാം. ഇതിന്റെ റൂഫ് മാറ്റാമല്ലേ? അതെന്താ മാറ്റമല്ലോ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ മാറ്റാം. കണ്ടോ? കൊള്ളാണ്, അടിപൊളിയാ. എനിക്ക് റൂഫില്ലാത്ത ഇഷ്ടം. അപ്പോൾ ഇവൻ പറഞ്ഞാണോ, എന്നാലും ഞാനൊന്നും കൂടെ പറയാം. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും വലിയ കുതിരേനാണ് പിടിക്കാൻ പോണത്. ഏറ്റവും വലിയ സക്കൂറ സ്കൂൾ സിമുലേറ്ററിലെ കുതിരയാണ്. നമ്മൾ ചിന്തിക്കണമെന്നല്ല, ഏറ്റവും വലിയ കുതിരയാണ്. ഭയങ്കര സ്പീഡസ്റ്റ് ആയിട്ടുള്ളൊരു 1 ഓഫ് ദി ടോപ്പ് 10 ഉള്ളൊരു കുതിരയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം കേട്ടോ. എടാ ഗ്രേസാനത്തിൽ ചവിട്ടരുത്. ഏത് ബോംബാ? സീരിയസ് ആയിട്ട് പറഞ്ഞാ. അവിടെ ഇങ്ങനെ ഈ മറ്റേ പന്നീനെ പിടിക്കാനായിട്ട് ബോംബ് വെച്ചേക്കാം. അതില് വീഡിയോയില്. ശരി. അപ്പൊ ഇതിന്റെ എവിടെയോ ഈ താഴ്വാരത്തിന്റെ മുകളിലുണ്ട് ഈ കുതിര അല്ലേ അണ്ണാ? അപ്പൊ നമുക്ക് ഷോട്ട് ഗൺ എടുത്ത് അങ്ങോട്ട് വിടാം, പണ്ണം കാറും കൊണ്ട് പോട്ടെ. അതെ, അതാണ് അതിൻ്റെതായ ഇത്. ഇയാൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോണേ. താൻ തൊട്ടാ ഓഫ് റോഡ് ജീപ്പിന് ട്രിപ്പ് പോണം. എന്റെ പൊന്നി, ഇയാളെ കുട്ടിയില്ല, കഷ്ടമില്ല. അപ്പൊ നോക്കണ്ട, നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറണ കഴിച്ചു. ഇയാളെ വണ്ടി ഓടിച്ച് കളിക്കണം. ഇയാളെ എന്നെ അടിച്ചിടുവന്ന എന്റെ വീടി. അപ്പൊ വണ്ടി അവിടെ കൊണ്ടിടേ, ഞാൻ പോയി കുതിരേനെ പിടിക്കട്ടെ. താൻ ഇറങ്ങ്, സമയമില്ലാത്ത കളിക്കല്ലോ കേട്ടോ.
ഓക്കെ നമ്മള് എത്തി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ അവിടെ അണ്ണന്റെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. കാരണം കുതിര നമ്മളെ ചവിട്ടിക്കൊല്ലാണെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ഗൺ വേണം. ഇതിന്റെ അകത്ത് ഉണ്ടയുണ്ട് വേറൊരു സാധനം ഞങ്ങൾ ഫിറ്റ് ചെയ്ത് ഗൈസ്. ഇതിന്റെ ഉള്ളിൽ റോപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുതിര ഓടണമെങ്കിൽ മാക്സിമം റോപ്പൊക്കെ ഇതിന്റെ ഉള്ളിൽ പോവും. കൊക്കയാണ് ഗൈസ്. താഴത്ത് വീണ പൊടിയിൽ കിട്ടൂല കേട്ടോ. അയ്യോ 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 എന്റെ പൊന്നെ പേടിയാണ്. കുതിരക്ക് ഇതിന്റെ കൂട്ടിലൊക്കെ കയറാൻ നിൽക്കുന്നുള്ള. കുതിരേനെ പിടിക്കാൻ ഇത്തിരി പാടാണ്. അപ്പൊ അത് ഓടിക്കളയോന്നാണ് എന്റെ പേടി. ഇതിനെ പിടിക്കാൻ ഇത്തിരി പാടാണ്. അപ്പൊ അത് എവിടെയാന്ന് നമുക്ക് നോക്കാം ആദ്യം. കണ്ട് കണ്ട് എന്റെ അവിടെ ഇരുന്ന് പുല്ലെന്തോ തിന്നാണത്. അതിനെ പിടിക്കണ ആക്കി ഇത്രയും കൂടെ താഴത്തോട്ട് ഇറങ്ങാം. കുറച്ചും കൂടെ താഴത്തോട്ട് ഇറങ്ങിയാൽ നമ്മള് RIP ഡെഡ് ആകും ഗൈസ്. അപ്പൊ അതെവിടെ എവിടെ എവിടെ പുതിയായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ പുതിയനെ പിടിക്കാൻ നമ്മളെ ഷോട്ട് ഉപയോഗിക്കണം. നമ്മുടെ അണ്ണനെ വിളിക്കാം ഗൈസ്. നമ്മുടെ പൂച്ച റോബോട്ടാണ് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിനെ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ ഞാനുള്ള പാത കുതിരേനെ പിടിക്കണ്ടേ. എൻ്റെ അടുത്തൊരു മരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുതിര അണങ്ങുമെന്നാണ് കേട്ടത്. ഇത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഓ സാത്താനെ ഓ എനിക്കെന്താ വട്ടാണ്. പോസാത്താനെ എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങി പോലുള്ളൂ പണ്ട. എന്തായി സാധാരണ കുതിരയിലൊക്കെ കേറുമ്പോ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. ഇയാള് മാമത്തിന്റെ പോളി കയറിയ സന്തോഷം. ഇവിടെ കുതിരേനെ അയച്ചോളൂ. എടോ തന്നെ കൊണ്ട് എവിടെ ഇരുന്നാലും സൗകര്യമില്ലല്ലോടോ. എടാ കുതിരേനെ പിടിച്ചോണ്ടെങ്കിൽ തന്റെ തലനെ അടിച്ചു വിളിക്കും. മോനെ ഞാൻ അതിനെ പിടിച്ചോളാം. എടോ താൻ ആവേശം കളിക്കേണ്ട പോയി പിടിയോടോ ഇങ്ങനെ. എനിക്കാണെങ്കിൽ ഹൈറ്റിൽ ഒന്നുമില്ല. തന്നെ ഞാൻ ഇടിച്ച് പരത്തൂട്ടെ ഞാൻ. ഇവിടെ താൻ ഗുസ്തി കളിക്കണം അവിടെ കിടന്ന്. ഇവിടെ ഒന്ന് പിടിയടോ. ഇയാളെന്തിട്ട് കാണിക്കണേ. ശേ ഇയാളതിനെ കൊല്ലുവോ? ഓ ഇയാളെ കൊണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ അണ്ണനാണെങ്കിൽ വിഷമിച്ച് മിനി കൂപ്പർ എടുത്ത് പുള്ളിയുടെ വീട്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്താ കല്യാണത്തിനാണ് പുള്ളിക്ക് പോകാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ അവസാനം ഈ കുതിരേനെ അങ്ങോട്ട് കിട്ടിയ നമ്മള് സിറ്റിയിൽ ഇതിനെ കൊണ്ടുപോകണം. അപ്പൊ ഇത് നമ്മൾ അത്രയും ദൂരത്തുനിന്ന് കൊണ്ടുപോകണം. നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പൊ ഇതിന് ഇത്തിരി ദാഹിക്കണമല്ല ഇത്തിരി വിശക്കണൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുതിരയ്ക്കുള്ള ഫുഡ് ഉണ്ടാവും. അപ്പൊ എനിക്കും ദാഹിക്കുന്നുണ്ട് ഗൈസ്. നമുക്കൊരു കോള കുടിക്കാം. അപ്പൊ ഞാനൊരു കോളയും കുടിക്കും. ഇതിന് ഇച്ചിരി ചോറ് കൊടുക്കാം. ഓക്കെ നമ്മുടെ കോള അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഹായ് നല്ല കോള. അപ്പൊ ഇതിനുള്ള ഫുഡും കൂടെ കൊടുക്കാം. എടാ മോനെ ഇത് കുടിച്ചോ. വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ? എന്നെ വിൽക്കല്ല. നിന്നെ ഞാൻ പറ്റും നല്ല ട്രേഡിംഗ് സെന്ററിൽ കൊണ്ടുപോവാ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.